ഹായ് ഓൾ, നമ്മൾ ഇന്ന് എക്കോസിസ്റ്റത്തിലെ ബാക്കി പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ലൈവിൽ എക്കോസിസ്റ്റം ഫങ്ഷൻസിലെ ഡീകമ്പോസിഷൻ വരെയുള്ള ഏരിയയിലെയും അവിടുത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനിയും നമ്മുടെ ഈ ചെറിയ ചാപ്റ്ററിൻ്റെ ബാക്കി ചെറിയ പോർഷനൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഏരിയാസും അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് കാണും. അങ്ങനെ ചാപ്റ്റർ നമ്മൾ സെറ്റാക്കുക. ഓക്കെ, റെഡിയാണോ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബൈ ഒബ്സർവിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫസ്റ്റ് പെയർ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. നോക്കുക, ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ രണ്ടാമത്തെ ടൈപ്പാണ് അല്ലേ. ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ DFCയിൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ആൻഡ് ഡാഷ്. എന്താ അവിടെ ഫില്ല് ചെയ്യണ്ടേ? ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഡെഡ് ഓർഗാനിക് മാറ്ററല്ല, പിന്നെ ബാക്കി ആരാ ഉള്ളത്? ഈ ഡെറ്റിറ്റസ് മാറ്ററിനെ അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസം ഉണ്ട് അല്ലേ. എനർജി നീഡ്സിന് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ നീഡ്സിന് വേണ്ടി ഫീഡ് ചെയ്യുന്ന ഓർഗാനിസത്തെ നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയും. ഓക്കെ, ഡീകമ്പോസേഴ്സ്. അല്ലെങ്കിൽ മറ്റൊരു പേര് ഇവിടെ ഉണ്ട്, ഓർത്ത് വെക്കുക, സാപ്രോട്രോപ്സ്. ഓക്കെ, സാപ്രോട്രോപ്സ് എന്ന് വെച്ചാൽ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ്. അത് മെയിനായിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ഫംഗസും ബാക്ടീരിയൊക്കെയാണ് കേട്ടോ. ഫംഗി ആൻഡ് ബാക്ടീരിയ ആണ് സാപ്രോട്രോപ്സ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് എന്ന് പറയാം. ഇത്തരം ഡീകമ്പോസേഴ്സ് എങ്ങനെയാണ് ഈ ഓർഗാനിക് മാറ്ററിനെ, കോംപ്ലക്സ് ആയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിനെ എങ്ങനെയാണ് അത് ഡീകമ്പോസ് ചെയ്യുന്നറിയോ? ഓർത്ത് വെച്ചേക്കണം. അവരുടെ ബോഡിയിൽ നിന്ന് ഡൈജസ്റ്റീവ് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യും. ഈ ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഡൈജസ്റ്റീവ് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യും. ഈ സെക്രീറ്റ് ചെയ്ത എൻസൈംസ് ഈ പുറത്തുള്ള ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഡിഗ്രേഡ് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ആക്കി മാറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ ഡീകമ്പോസേഴ്സ് ആൻഡ് സാപ്രോട്രോപ്സ് ആണ്. അവരെങ്ങനെയാണ് ഈ ഡീകമ്പോസിഷൻ ഫംഗ്ഷൻ നടത്തുന്നത് എന്നുകൂടെ ഓർത്ത് വെക്കുക. ക്ലിയർ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫീൽഡ് സർവേ ബൈ എ ടീം ഓഫ് സ്റ്റുഡൻസ് record the following data related to biomass of the organisms in each trophic level of an ecosystem. Draw, name and explain the pyramid. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിൽ കാണുന്ന എക്കോളജിക്കൽ പിരമിഡ്സ് ഇല്ലേ. എക്കോളജിക്കൽ പിരമിഡ്സ് വരയ്ക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മൾ ഇനി കാണും, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇപ്പോൾ എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഓർഗാനിസംസ് അറ്റ് സക്സസീവ് ട്രോപ്പിക് ലെവൽസ്. പല സക്സസീവ് ആയിരിക്കുന്ന ട്രോപ്പിക് ലെവലിലുള്ള ഓർഗാനിസത്തിൻ്റെ നമ്പറിനെയോ ബയോമാസിനെയോ അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിഷൻ, ഓരോ ട്രോപ്പിക്കൽ ലെവലിൽ കൂടെയുള്ള എനർജി ട്രാൻസ്മിഷനെയൊക്കെ കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയാം. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ഈ ഡേറ്റ വെച്ചിട്ട് നമ്മളൊരു എക്കോളജിക്കൽ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ. എക്കോളജിക്കൽ പിരമിഡ് ഡ്രോ ചെയ്യണം, അതിന് നെയിം ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അല്ലേ. ഇപ്പോൾ എക്കോളജിക്കൽ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, അതിൻ്റെ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിൽ നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും? ഏത് ട്രോപ്പിക് ലെവലായിരിക്കണം? ഫസ്റ്റ് ട്രോപ്പിക് ലെവലാണ്. അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ട്രോപ്പിക് ലെവലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. തേർഡ് ട്രോപ്പിക് ലെവൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യും. അങ്ങനെ താഴേന്ന് മുകളിലേക്കാണ്. താഴെ T1 ആണെങ്കിൽ T2 T3 T4 മുകളിലേക്ക് വരും. ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പം ഇത് ബയോമാസിനെ വെച്ചിട്ടാണ് അല്ലേ. ബയോമാസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പിരമിഡ് ഏതായിരിക്കും? പിരമിഡ് ഓഫ് ബയോമാസ് ആയിരിക്കും. ഓക്കെ, പിരമിഡ് ഓഫ് ബയോമാസ് ആയിരിക്കും. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ് ആദ്യത്തെ ട്രോപ്പിക് ലെവലിൽ വരുന്നത്. ഓക്കെ, T1 വരുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ്, T2 വരുന്ന സൂപ്ലാങ്ക്ടൻസ് ആണ്, T3 വരുന്ന സ്മോൾ ഫിഷസ് ആണ്, T4 വരുന്ന കാർണിവോറസ് ഫിഷസാണ്. ഇതിൽ നോക്കണം, ആദ്യം നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഒന്നാമത്തെ ട്രോപ്പിക് ലെവലിൽ വരുന്നത് അല്ലേ. അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് കുറവാണ്, ആ നമ്പർ കൂടിയാണ് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുന്ന പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന പിരമിഡ്. നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് T1 എന്ന് പറയുന്ന ഇതാണ്,
T2 എന്ന് പറയുന്നത് ഇതായിരിക്കും, T3, T4. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് പിരമിഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് എന്ത് പിരമിഡാണ്? അതിനെ നെയിം ചെയ്യുമ്പം എന്താ കൊടുക്കണ്ടേ? പിരമിഡ് ഓഫ് ബയോമാസ് ആണ് കേട്ടോ. പിരമിഡ് ഓഫ് ബയോമാസ്. ക്ലിയർ ആണോ? പിരമിഡ് ഓഫ് ബയോമാസ്. ഒരു കാര്യം കൂടെ ഓർത്തേക്കണം. അതായത് നമ്മുടെ എക്കോളജിക്കൽ പിരമിഡ് വരയ്ക്കാൻ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുണ്ടല്ലോ ട്രോപ്പിക് ലെവൽസ് മാർക്ക് ചെയ്യണം. ട്രോപ്പിക് ലെവൽസ് അത് ഞാൻ അകത്ത് എഴുതി, അത് അകത്തല്ല എഴുതേണ്ടത്, മനസ്സിലാക്കാൻ വേണ്ടി അകത്ത് എഴുതിയേ. നമ്മളെപ്പോഴും ട്രോപ്പിക് ലെവൽസ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. T4, T3, T2, T1. ഓക്കെ, ട്രോപ്പിക് ലെവൽസ് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ, പിരമിഡിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് നമ്പർ ആണെങ്കിൽ, പിരമിഡ് ഓഫ് നമ്പർ ആണെങ്കിൽ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, പിരമിഡ് ഓഫ് ബയോമാസ് ആണെങ്കിൽ അവിടെ വെയിറ്റ് ആണ്, നമ്മൾ ബയോമാസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ബയോമാസ് ഏത് യൂണിറ്റ് ആണ്? ഗ്രാം പെർ മീറ്റർ സ്ക്വയർ യൂണിറ്റിലാണ്. ഓക്കെ, ആ വാല്യൂസ് എഴുതുക. അപ്പം T1 വാല്യൂ എന്താണ്? 4 ആണ്. T2 വാല്യൂ 6 ആണ്. വീണ്ടും കൂടുന്നു, 8 ആകുന്നു, വീണ്ടും 12 ആകുന്നു. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് ഫുൾ മാർക്ക് കിട്ടുക. ക്ലിയർ ആണോ? അപ്പോൾ എക്കോളജിക്കൽ പിരമിഡ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വരയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ T4, T3 എന്ന് നമ്മൾ അകത്ത് എഴുതണമെന്നില്ല. ഓക്കെ, ഇതിങ്ങനെ മതി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ അത് ഡ്രോ ചെയ്തു, ട്രോപ്പിക് ലെവൽസ് റെപ്രസെൻറ്റ് ചെയ്തു. റൈറ്റ് സൈഡിൽ എന്താ റെപ്രസെൻറ്റ് ചെയ്തേ? ബയോമാസ് ആയതുകൊണ്ട്, പിരമിഡ് ഓഫ് ബയോമാസ് ആയതുകൊണ്ട് ബയോമാസുകൾ നമ്മൾ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ. ഇതിൽ ആദ്യത്തെ കോളത്തിൽ വരുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ് കേട്ടോ. ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. സെക്കൻഡ് വരുന്നത് സൂ പ്ലാങ്ക്ടൺസ്. തേർഡ് വരുന്ന സ്മോൾ ഫിഷസ്. ഫോർത്ത് വരുന്നത് കാർണിവോറസ് ബിഗ് ഫിഷസ് ആണ്. ഓക്കെ, കിട്ടിയേക്കുന്ന പിരമിഡ് ഇൻവേർട്ടഡ് പിരമിഡാണ്. കാരണം എന്താ? ഓരോ ട്രോപ്പിക് ലെവൽ, ലോവർ ട്രോപ്പിക് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ബയോമാസ് കൂടിക്കൂടി വരിക അല്ലേ, കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് പിരമിഡ് ഇൻവേർട്ടഡ് ആണ്. ക്ലിയർ ആണോ? അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടർ ആണ്. ക്ലിയർ? ഇനിയും എക്സ്പ്ലെയിൻ ദ പിരമിഡ്. ഇവിടെ നമ്മൾ പിരമിഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഇറ്റ്സ് ആൻ എക്കോളജിക്കൽ പിരമിഡ് ഓഫ്, അല്ലെങ്കിൽ പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഇൻവേർട്ടർ പിരമിഡ് ആണ് അല്ലേ, ഇൻവേർട്ടർ പിരമിഡ് ആണ്. As we moves from tropic level 1 to the higher tropic levels, then biomass increases. So the pyramid is inverted. Clear? അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എഴുതാം. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ക്ലിയർ? മനസ്സിലായോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എക്കോളജിക്കൽ പിരമിഡ്സ് ആർ യൂഷ്വലി അപ്രൈറ്റ്. മീൻവൈൽ സം പിരമിഡ് ഓഫ് ബയോമാസ് ഈസ് ഇൻവേർട്ടഡ്. ചില പിരമിഡുകൾ, ഉദാഹരണത്തിന് പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, എക്സ്പ്ലെയിൻ ദ റീസൺ. നോർമലി പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് അപ്രൈറ്റ് തന്നെയാണ് കേട്ടോ. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇൻ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഇനിയും ഇപ്പം നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ കണ്ട പോലത്തെ ഒരു കേസ് ഉണ്ടല്ലേ, ഇങ്ങനെയും വരാം. ഇവിടെ ഒരു കാര്യം ഓർത്തോണേ, ഇത് T4, T3, T2, T1. താഴെ എപ്പോഴും T1 തന്നെയാണ്, ട്രോപ്പിക് ലെവൽ 1 ആണ്. ഓക്കെ, ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ വരുമ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, അതിനെ ഫീഡ് ചെയ്യുന്ന സ്നേക്ക്, അങ്ങനെയൊക്കെ എടുക്കുമ്പോഴും അവിടെ ബയോമാസ് എന്ന് പറയുന്നത്, പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് അപ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്രൈറ്റ് ആയിരിക്കും. എന്നാൽ പിരമിഡ് ഓഫ് ബയോമാസ് ചില കേസിൽ ഇൻവേർട്ടർ ആവുന്നുണ്ട്. അതായത് അക്വാട്ടിക് ആയിട്ടുള്ള കേസിൽ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടർ ആവും. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഇവിടെ ഈ പിരമിഡ് ഓഫ് ബയോമാസ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ദ മാസ് ഓഫ്, അല്ലെങ്കിൽ ബയോമാസ് ഓഫ് ഫിഷസ് ഈസ് ഫാർ എക്സീഡ്സ് ദാറ്റ് ഓഫ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ക്ലിയർ ആണോ? അവിടെ സാധാരണയുള്ള ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഈ കാണിച്ചേക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, സൂ പ്ലാങ്ക്ടൺസ്, സ്മോൾ ഫിഷസ്, ലാർജ് ഫിഷസ്. ഈ ഒരു കേസിൽ നമ്മൾ പിരമിഡ് ഓഫ് ബയോമാസ് വരച്ച് കഴിയുമ്പം നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡാണ് കിട്ടുന്നത്. അതിൻ്റെ റീസൺ ഉണ്ട്. റീസൺ എന്ന് പറയുന്നത് ദ ബയോമാസ് ഓഫ് ലാർജ് ഫിഷസ് ഈസ് ഫാർ എക്സീഡിങ് ദാറ്റ് ഓഫ് ബയോമാസ് ഓഫ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്.
അവിടെ റീസൺ നമുക്ക് എഴുതാം. ഈ ക്വസ്റ്റിനെ നമുക്ക് എക്സ്പ്ലെയിൻ ദ റീസൺ എന്നുള്ളിടത്ത് ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം ബയോമാസ് ഓഫ് ലാർജ് ഫിഷസ് ഈസ് ഹൈലി ഗ്രേറ്റർ ദാൻ ബയോമാസ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. ആ ഒരു കേസ് കൊണ്ടാണ് അവിടെ ബയോമാസ് അല്ലെങ്കിൽ പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആവുന്നത്. ക്ലിയർ ആണോ? ഇവിടെ റീസൺ എന്താ ഇതിൻ്റെ? ബയോമാസ് ഓഫ് ലാർജ് ഫിഷസ് ഈസ് ഫാർ എക്സീഡിങ് ദാറ്റ് ഓഫ് ബയോമാസ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. ഇവിടെ ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആയിരിക്കും വരിക. ഓക്കെ, ഇവിടെ വരുന്നത് സൂപ്ലാങ്ക്ടൺസ് ആണ്. ഇവിടെ വരുന്നത് സ്മോൾ ഫിഷസ് ആണ്. നമുക്ക് ഈ ഒരു പിരമിഡ് വരച്ചുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പിരമിഡ് വരയ്ക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ ട്രോപ്പിക് ലെവൽസ് മാർക്ക് ചെയ്യണം, റൈറ്റ് സൈഡിൽ ബയോമാസ് മാർക്ക് ചെയ്യാം കേട്ടോ. ലാർജ് ഫിഷസ് ഇങ്ങനെ ഒരു കേസിൽ ഇത് ഇൻവേർട്ടറായിട്ട് വരാം. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു. ഇവിടെ ബയോമാസ് ഓഫ് ലാർജ് ഫിഷസ് ഈസ് ഹൈലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബയോമാസ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. എണ്ണത്തിൽ ഫൈറ്റോപ്ലാങ്ക്ടൺസ് കൂടുതലാണ്, ലാർജ് ഫിഷസ് എണ്ണത്തിൽ കുറവാണ്. പക്ഷേ ബയോമാസ് നോക്കുമ്പോൾ ബയോമാസ് വളരെ കൂടുതലാർക്കാം, ലാർജ് ഫിഷസിനാണ്. അതാണ് മേജർ റീസൺ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ പിടി കിട്ടിയോ? ആൻസർ ചെയ്യാലോ? യെസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നമ്മൾ ഫുഡ് ചെയിനൊക്കെ നമുക്കറിയാം. ഓരോ ഓർഗാനിസവും അല്ലേ എനർജി ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ചെയിൻ ഉണ്ട്. ഇതിൽ തന്നിരിക്കുന്ന ആനിമൽസിനെ നമ്മളൊരു ഫുഡ് ചെയിനിൻ്റെ മെമ്പേഴ്സായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. ഓക്കെ, തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഗ്രാസ് ഉണ്ട്, മാൻ ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പം ഫുഡ് ചെയിൻ വരയ്ക്കുമ്പം നമ്മൾ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസിനാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡ്രോ എ ഫുഡ് ചെയിൻ റെപ്രസെൻറ്റിങ് ഈച്ച് ഓഫ് ദ എബോവ് ഇൻ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസ്. അങ്ങനെ ആകുമ്പം നമുക്ക് ഇവിടെ ഒരു ഫുഡ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യം ഫുഡ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യുമ്പം നോക്കേണ്ടത് ഗ്രാസ് ഒക്കെ ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ഏത് ടൈപ്പ് ഫുഡ് ചെയിൻ ആയിരിക്കും? 2 ടൈപ്പ് ഫുഡ് ചെയിൻ നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രേസിങ് ഫുഡ് ചെയിനും ഉണ്ട്, ഡെട്രിറ്റസ് ഫുഡ് ചെയിനും ഉണ്ട്. എന്തായാലും ഡെട്രിറ്റസ് ഒന്നും ഇതിനകത്തില്ല, അതുകൊണ്ട് ഗ്രേസിങ് ഫുഡ് ചെയിൻ തന്നെയാണ്. ഗ്രേസിങ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ഒരു പ്രൊഡ്യൂസറിലായിരിക്കും. ഈ തന്നിരിക്കുന്നതിൽ ഏതാ പ്രൊഡ്യൂസർ? ഗ്രാസ അല്ലേ. പ്രൊഡ്യൂസർ ഗ്രാസ. ഗ്രാസ് കഴിഞ്ഞ് ഗ്രാസിനെ ഫീഡ് ചെയ്യുന്ന ആരാ? യെസ്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ഗ്രാസ് ഹോപ്പറിനെ ഫീഡ് ചെയ്യുന്ന ബേർഡ്സ് ഉണ്ട്. ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്ന മാൻ ഉണ്ട് അല്ലേ. ബേർഡ്സ് എന്ന് പറയുമ്പോൾ ഗ്രാസ് ഹോപ്പറിനെ ഫീഡ് ചെയ്യുന്ന ഹെന്നിനെ ഫീഡ് ചെയ്യുന്ന മാൻ. ക്ലിയർ ആണോ? ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്തു. ഇനി ഇതിനകത്ത് ട്രോപ്പിക് ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യാം. ട്രോപ്പിക് ലെവൽ 1 ആര് വരും? ഗ്രാസ് വരും. ട്രോപ്പിക് ലെവൽ 2 ഗ്രാസ് ഹോപ്പർ വരിക. ട്രോപ്പിക് ലെവൽ 3 ബേർഡ്സ്. ട്രോപ്പിക് ലെവൽ 4 മാൻ. റെപ്രസെൻറ്റേറ്റ് ചെയ്താൽ മാത്രം മതി. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഫുഡ് ചെയിൻ പാർട്ടി എന്നൊക്കെ ഉള്ളതാണ്. യെസ്. അടുത്തൊരു ചോദ്യം. പിരമിഡ് ഓഫ് എനർജി ഈസ് നെവർ ബീൻ ഇൻവേർട്ടഡ്. വൈ? ഓൾറെഡി നമ്മൾ 3 ടൈപ്പ് പിരമിഡ് കാണുന്നുണ്ട്. ഏതൊക്കെയാ? പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. ഈ ആദ്യം പറഞ്ഞ 2 ഉണ്ടല്ലോ, പിരമിഡ് ഓഫ് നമ്പർ സാധാരണഗതിയിൽ അപ്രൈറ്റ് ഒക്കെയാണ്, എന്നാൽ അപ്രൈറ്റ് അല്ലാത്ത ചില എക്സെപ്ഷണൽ കേസുകളും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. ട്രീ എക്കോസിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നു അവിടെ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആണ് അല്ലേ, പറയുന്നില്ലേ? അവർ എക്സാമ്പിൾ ഓർത്ത് വെച്ചോണേ. ഇനിയും പിരമിഡ് ഓഫ് ബയോമാസ് സാധാരണഗതിയിൽ അപ്രൈറ്റ് ആണ്. കൂടുതലും ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലൊക്കെ അപ്രൈറ്റ് തന്നെയാണ് പിരമിഡ് ഓഫ് ബയോമാസ്. എന്നാൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ നമ്മൾ നോക്കുമ്പം പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടർ ആണ്. അത് ഓൾറെഡി നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിലും ഡിസ്കസ് ചെയ്തു. അത് ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെയൊക്കെ ഇൻവേർട്ടഡ് ആകാനുള്ള ചാൻസുകളുണ്ട്. എന്നാൽ ഈ 3ാമത്തെ ടൈപ്പ് പിരമിഡിൽ, 3ാമത്തെ ടൈപ്പ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് എനർജി ആണ് അല്ലേ. പിരമിഡ് ഓഫ് എനർജിയിൽ ഒരു കാരണവശാലും പിരമിഡ് ഇൻവേർട്ടഡ് ആവത്തില്ല. ഒരു കാരണവശാലും പിരമിഡ് ഇൻവേർട്ടഡ് ആവത്തില്ല. എപ്പോഴും പിരമിഡ് ഓൾവേസ് പിരമിഡ് വിൽ ബി അപ്രൈറ്റ്. പിരമിഡ് ഓഫ് എനർജി വിൽ ബി അപ്രൈറ്റ്. അത് പല പ്രാവശ്യത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കുന്നത്? അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് പിരമിഡ് ഓഫ് എനർജി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് അപ്രൈറ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ T1, T2, T3, T4 ഇവിടെ കിട്ടുന്നത് നമ്മുടെ എനർജി ആയിരിക്കും. എനർജിയുടെ യൂണിറ്റ് നമ്മൾ ജൂളിലൊക്കെ ആയിരിക്കും സാധാരണ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ ഇപ്പം ഇവിടെ നമുക്ക് എടുക്കാം, ഇതൊരു 10,000 ജൂളാണ്.
ഫസ്റ്റ് ട്രോപ്പിക് ലെവലുണ്ടെന്ന് വിചാരിക്കുക. അടുത്ത ട്രോപ്പിക് ലെവൽ ആകുമ്പം ഇതിൻ്റെ 10% മാത്രമേ അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പോകുള്ളൂ. അപ്പോൾ എത്ര വരും വാല്യൂ? ഒരു 1000 മാത്രമേ കാണത്തുള്ളൂ, 1000 ജൂളേ കാണത്തുള്ളൂ. അടുത്ത ട്രോപ്പിക് ലെവലിൽ ചെല്ലുമ്പം അതിൻ്റെയും 10% മാത്രമേ കാണത്തുള്ളൂ, എന്ന് വെച്ചാൽ 100 ജൂളേ കാണത്തുള്ളൂ. അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെയും 10% എന്ന് വെച്ചാൽ 10 ജൂൾ. ക്ലിയർ ആണോ? ഇതെപ്പോഴും ഇങ്ങനെയാണ്. ഏത് ഫുഡ് ചെയിൻ എടുത്താലും ഏത് ട്രോപ്പിക് ലെവലിൽ, ലോവർ ട്രോപ്പിക് ലെവലിൽ നിന്ന് ഒരു ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് എപ്പോഴും പോകുമ്പം നമ്മൾ 10% ലോ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഓൺലി 10% ഓഫ് ദ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സക്സസീവ് ട്രോപ്പിക് ലെവൽസ്. അല്ലെങ്കിൽ ഒരു ലോവർ ട്രോപ്പിക് ലെവലിൽ നിന്ന് തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിരിക്കുന്ന ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എനർജി വിൽ ബി ഓൺലി 10% ഓഫ് ദ എനർജി വിൽ ബി ട്രാൻസ്ഫേർഡ്. ബാക്കി മൊത്തം ഹീറ്റായിട്ട് ലോസ് ആയി പോകും. ഹീറ്റ് ലോസ് വഴി ബാക്കി ഹീറ്റ് ലോസ് ആയി പോകും. അതുകൊണ്ട് 10% മാത്രമേ എനർജി അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പോകത്തുള്ളൂ. ക്ലിയർ? അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും ലോവർ ട്രോപ്പിക് ലെവൽസ്, എനർജി ഇൻ ദ ലോവർ ട്രോപ്പിക് ലെവൽസ് വിൽ ബി മോർ ദാൻ ദാറ്റ് ഓഫ് സക്സസീവ് ഹയർ ലെവൽസ്. ഓൾവേസ് ദ എനർജി ഇൻ ദ ലോവർ ട്രോപ്പിക് ലെവൽസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹയർ സക്സസീവ് ട്രോപ്പിക് ലെവൽസ്. ക്ലിയർ ആണോ? ആൻസർ ചെയ്തില്ലേ? ക്ലിയർ ആണോ? സമയം പിടി കിട്ടിയോ? അത് അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എന്താണ്, പിരമിഡ് ഓഫ് എനർജി ഈസ് നെവർ ബീൻ ഇൻവേർട്ടഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഓൾവേസ് പിരമിഡ് ഓഫ് എനർജി ഈസ് അപ്രൈറ്റ്. വൈ? അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഫിഗർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഓൾവേസ് ദ പിരമിഡ് ഓഫ് എനർജി ഈസ് അപ്രൈറ്റ് ബിക്കോസ് ദ എനർജി ഇൻ ദ ലോവർ ലെവൽസ് വിൽ ബി greater than that of higher successive higher levels. Okay, energy lower tropic levels ഓക്കെ, ഇത് ഫസ്റ്റ് സെൻറ്റൻസ് എഴുതാം. എനർജി ഇൻ ദ ലോവർ ട്രോപ്പിക് ലെവൽ വിൽ ബി മോർ ദാൻ ദാറ്റ് അറ്റ് എ ഹയർ ട്രോപ്പിക് ലെവൽ. അതായത് സക്സസീവ്, തൊട്ട് മുകളിലുള്ള സക്സസീവ് ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് പോകുന്നത് വെറും 10% ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ലോവർ ലെവൽസിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് ബേസ് എപ്പോഴും ബ്രോഡ് ആയിരിക്കും. അതുകൊണ്ട് എക്കോളജിക്കൽ പിരമിഡ് എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. ഓൺലി 10% ഓഫ് എനർജി ഈസ് transferred to the successive tropic levels. ഇതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അവിടെ 10% ലോ നമ്മൾ പറഞ്ഞു. 10% ലോ ഇതാ പറയുന്നത്, ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സക്സസീവ് ട്രോപ്പിക് ലെവൽസ്. ബാക്കിയൊക്കെ ഹീറ്റ് ലോസ് സംഭവിച്ച് നഷ്ടമാവുകയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യുമല്ലോ. സെറ്റല്ലേ? സംഭവം മനസ്സിലായില്ലേ? അവിടെ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ലോവർ ലെവൽസിലെ എനർജി ലെവൽ കൂടുതലായിരിക്കും ഹയർ ലെവൽസിനെ കാട്ടിലും. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫർ ടു ദ സക്സസീവ് ട്രോപ്പിക് ലെവൽസ്. അതുകൊണ്ട് ഒരു കാരണവശാലും ലോവർ ട്രോപ്പിക്കിനേക്കാൾ വലിയ എനർജി എവിടെ കാണില്ല? ഹയർ ട്രോപ്പിക് ലെവലിൽ കാണത്തില്ല. അതുകൊണ്ട് തന്നെ പിരമിഡ് ഒരു കാരണവശാലും ഇൻവേർട്ടഡ് ആവത്തുമില്ല. എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാമല്ലോ. യെസ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്. എക്കോളജിക്കൽ പിരമിഡുമായിട്ട് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. എക്കോളജിക്കൽ പിരമിഡ് ഇപ്പോൾ നോക്കിയേ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് ഗിവൺ ബിലോ. ഏത് ടൈപ്പാണ് നോക്കണമെങ്കിൽ ഇവിടെ നോക്കണം കേട്ടോ. ഈ സൈഡ് എപ്പോഴും ട്രോപ്പിക് ലെവലായിരിക്കും, ഇവിടെയാണ് നോക്കണ്ടേ. കണ്ടോ, അവിടെ കൊടുത്തേക്കുന്നത് എന്താ? ഡ്രൈ വെയിറ്റ് എന്നാ. ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ പിരമിഡ്? പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. ഓക്കെ, ബയോമാസ് ആയിരിക്കും. അപ്പം എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എഴുതാം, പിരമിഡ് ഓഫ് ബയോമാസ്. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. വൈ? എന്നിട്ട് ബി പാർട്ട് ചോദിച്ചിരിക്കുക, പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേ? പിരമിഡ് ഓഫ് എനർജി ഈസ് നെവർ ബീൻ ഇൻവേർട്ടഡ്. ഈ ചോദ്യത്തിനും അത് വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്നു, പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. വൈ? രണ്ടിനും സെയിം ആൻസർ ആണ്. ഏതാ ആൻസർ? എനർജി ഇൻ ദ ലോവർ ട്രോപ്പിക് ലെവൽസ് വിൽ ബി മോർ ദാൻ ദാറ്റ് എ ഹയർ ട്രോപ്പിക് ലെവൽ ആൻഡ് ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ്
ടു ദ സക്സസീവ് ട്രോപ്പിക് ലെവൽസ്. അതുകൊണ്ടൊക്കെ തന്നെ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അങ്ങനെ ആയിരിക്കും, അപ്രൈറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ആ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ പല മോഡിലൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എക്സ്പാൻഡ് GFC. എന്താ GFC? വളരെ സിമ്പിളായിട്ട് ചോദ്യം അല്ലേ? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഓക്കെ. എന്താ DFC? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം. ഇനിയും ഡിഫറൻഷിയേറ്റ് ദ ടു എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, അവിടെ നോക്കിയേ, GFC അല്ലെങ്കിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആരായിരിക്കും? ബിഗിനിങ്ങിൽ ആരായിരിക്കും? ബിഗിൻസ് വിത്ത് പ്രൊഡ്യൂസേഴ്സ്. ഓർത്ത് വെച്ചോണം, ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഫസ്റ്റ് വരുന്ന അല്ലെ ബിഗിനിങ്ങിൽ വരുന്ന ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആണ്. എപ്പോഴും പ്ലാൻസ് ആയിരിക്കും, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും വരിക. ക്ലിയർ? ഇനിയും ഒരു DFCയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ DFCയിൽ ബിഗിനിങ്ങിൽ വരുന്ന ആരായിരിക്കും? ആദ്യം ഡെട്രിറ്റസ് അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ. ഡെഡ് ഓർഗാനിക് മാറ്റർ. ഓക്കെ. പിന്നീട് ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ബാക്കിയുള്ളവരൊക്കെ കൺസ്യൂമേഴ്സ് ആയിരിക്കും. എന്നാൽ ഡെട്രിറ്റഡ് ഫുഡ് ചെയിനിൽ ബാക്കിയുള്ളവരൊക്കെ ഡീകമ്പോസേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണോ? ഡീകമ്പോസേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഫംഗസും ബാക്ടീരിയയും അവരുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് കോംപ്ലക്സ് ആയിരിക്കുന്ന ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഈ നമ്മൾ GFCയും DFCയും നോക്കുമ്പോൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്ന ഏത് ഫുഡ് ചെയിനിൽ കൂടെയാണ്? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അല്ല എങ്കിലും നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഇൻ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഏറ്റവും കൂടുതൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്ന ഫുഡ് ചെയിൻ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഏതാണെന്നറിയോ? തെറ്റിക്കരുത് കേട്ടോ. GFC അല്ല. പുൽമേടുകളൊക്കെ ഉണ്ട് അല്ല ഗ്രേസിംഗ് എന്നൊന്നും ചിന്തിക്കരുത്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ ടെറസ്ട്രിയലിൽ ഗ്രേസിംഗ് വരുമെന്ന് ചിന്തിക്കരുത്. ടെറസ്ട്രിയലിൽ ഏറ്റവും കൂടുതൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലെങ്കിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന DFC ആണ്, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ്. ഇതിങ്ങനെ തന്നെ ഓർത്ത് വെക്കണേ കേട്ടോ. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ആരാണ് എനർജി ട്രാൻസ്ഫറിന് വേണ്ടി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? GFC ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോണം. തെറ്റിക്കരുത്. തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. അതായത് നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ GFC ആണ്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ DFC ആണ്. എന്ന് വെച്ചാൽ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ് ഏറ്റവും കൂടുതൽ എനർജി ട്രാൻസ്പോർട്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനിയും അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ GFC ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ എനർജി ട്രാൻസ്പോർട്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം GFCയെയും DFCയെയും. GFC എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിൽ, DFC എന്ന് പറയുമ്പോൾ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ. DFCയിൽ ബാക്കിയുള്ളവരെ കൺസ്യൂമേഴ്സ് ആണ്. പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ഹെർബിവോഴ്സും കാർണിവോഴ്സും ഒക്കെ വരും അല്ലേ? ഇനി എന്നാൽ നമ്മൾ ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് സാപ്രോട്രോപ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് ആയിരിക്കും. ഓക്കെ. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ ഒരു പോയിന്റോടെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. DFC ആണ് ഏറ്റവും കൂടുതൽ ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ട്രാൻസ്പോർട്ടിന് എനർജി ഫ്ലോയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന. എന്നാൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ട്രാൻസ്ഫറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന GFC ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. ക്ലിയർ? ഓർത്ത് വെച്ചേക്കണം. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. കൺസ്ട്രക്ട് എ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ യൂസിങ് ദ ഫോളോയിങ് ഓർഗാനിസം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഓർഗാനിസം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യുക. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലേ? അപ്പം ഗ്രാസ് വരും, ഗ്രാസ് കഴിഞ്ഞ് ഗ്രാസ് ഹോപ്പർ, ഗ്രാസ് ഹോപ്പർ കഴിഞ്ഞ് ബേർഡാണ് അല്ലേ? ഇവിടെ വീണ്ടും ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, റൈറ്റ് ദ ട്രോപ്പിക് ലെവൽ ഓഫ് ഗ്രാസ് ഹോപ്പർ. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് ട്രോപ്പിക് ലെവൽ 1 ആയിരിക്കും. ഇവിടെ T1, T2, T3. ഇപ്പോൾ ട്രോപ്പിക് ലെവൽ ഇവിടെ എന്തായിരിക്കും? ആൻസർ നമുക്ക് എഴുതാം. ട്രോപ്പിക് ലെവൽ 2 ആയിരിക്കും ഗ്രാസ് ഹോപ്പറിൻ്റെ അല്ലേ? ട്രോപ്പിക് ലെവൽ ഓഫ് ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? വളരെ സിമ്പിളായ ചോദ്യം.
അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസ് ആർ ലിസ്റ്റഡ് ബിലോ. പല ട്രോപ്പിക് ലെവലിൽപ്പെട്ട ഓർഗാനിസത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ വരുന്ന ആരാ? ഇതൊരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ ഫുഡ് ചെയിൻ ആണ് അല്ലേ? നോക്കിയേ, ആദ്യത്തെ ട്രോപ്പിക് ലെവൽ വരുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ് കേട്ടോ. 1 എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. സെക്കൻഡ് ട്രോപ്പിക് ലെവൽ വരുന്ന ആരാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ ഫീഡ് ചെയ്യുന്ന സൂപ്പ് പ്ലാങ്ക്ടൺസ് ആണ് അല്ലേ? സൂപ്പ് പ്ലാങ്ക്ടൺസ്. തേർഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നത് ഫിഷസ് ആണ്. ഓക്കെ, ഫോർത്ത് ലെവലിൽ വരുന്നത് മാൻ. ഓക്കെ, ഇത് ഇങ്ങനെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, ഫിഗർ ഡെപിക്ട്സ് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്, ക്യാൻ നെവർ ബി ഇൻവേർട്ടഡ്, ജസ്റ്റിഫൈ. മുമ്പേ നമ്മൾ പഠിച്ച ആൻസർ കേട്ടോ. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് തന്നെയാണ്. അതിൻ്റെ റീസണൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ലോവർ ട്രോപ്പിക് ലെവൽസിലെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഹയർ ട്രോപ്പിക് ലെവൽസിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് ആണ്. ഓക്കെ, ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫോർഡ് ടു ദ സക്സസീവ് ട്രോപ്പിക് ലെവൽസ്. അതുകൊണ്ടൊക്കെ തന്നെ എപ്പോഴും ലോവർ ലെവലിൽ ഹയർ ലെവലിനേക്കാളും എനർജി ലെവൽ കൂടുതലായിരിക്കും. ഓക്കെ, വിച്ച് ആർ ദ അതർ 2 എക്കോളജിക്കൽ പിരമിഡ്സ്? ഇവിടെ നമ്മുടെ ടെസ്റ്റിൽ തന്നെയുള്ളൊരു പിക്ചറാണ് ക്വസ്റ്റിന് കൊടുത്തിരുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, 10,000 ഉണ്ടായിരുന്നു, അത് 1000 ആയി, 100 ആയി, 10 ആയി. ഓക്കെ, എക്കോളജിക്കൽ പിരമിഡിൽ വന്നേക്കുന്ന അതായത് 10% എനർജി മാത്രമാണ് സക്സസീവ് ട്രോപ്പിക് ലെവൽസിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ 10%, അടുത്തതിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ളതിൻ്റെ 10%, അടുത്തതിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ളതിൻ്റെ 10% മാത്രം. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് ആയിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. വിച്ച് ആർ ദ അതർ 2 എക്കോളജിക്കൽ പിരമിഡ്സ്? അതൊക്കെയാ പിരമിഡ് ഓഫ് നമ്പർ, പിന്നെ ഏതാ? പിരമിഡ് ഓഫ് ബയോമാസ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്സർവ് ദ ഫിഗേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, ഐഡന്റിഫൈ ദ ടൈപ്പ് എ ആൻഡ് ബി. ടൈപ്പ് എ പിരമിഡിൽ, ടൈപ്പ് എയിൽ കൊടുത്തേക്കുന്ന പിരമിഡ് ഏതാണ്, ടൈപ്പ് ബിയിൽ കൊടുത്തേക്കുന്ന പിരമിഡ് ഏതാണെന്നാണ്. എ എന്ന് പറയുന്നത് നോക്കിയാൽ നമ്മൾ ഇവിടെയാണ് നോക്കണ്ടേ. ഇവിടെ നോക്കുമ്പോൾ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? പിരമിഡ് ഓഫ്, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ, പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. യെസ്, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ജൂളിലാണ് എല്ലാം കൊടുത്തേക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? പിരമിഡ് ഓഫ് എനർജി ആണ്. പിരമിഡ് ഓഫ് എനർജി. ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്. വീണ്ടും ബി ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നു. വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ? നമ്മൾ ഒറ്റ ആൻസർ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഏത് ടൈപ്പ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാം. എപ്പോഴും പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് ആണ്. റീസൺ അല്ലെങ്കിൽ ജസ്റ്റിഫൈ, വൈ എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ ആൻസർ കേട്ടോ. ട്രോപ്പിക് ലെവൽ, ലോവർ ട്രോപ്പിക് ലെവലിൽ എപ്പോഴും എനർജി ലെവൽ കൂടി നിൽക്കുന്നു, ഹയർ ട്രോപ്പിക് ലെവൽ കുറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ റീസൺ 10% ലോ ആണ്. അതായത് ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ലോവർ ട്രോപ്പിക് ലെവൽ ടു എ സക്സസീവ് ഹയർ ട്രോപ്പിക് ലെവൽ. അതുകൊണ്ടാണ് ഈ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കുന്നത്. യെസ്. അടുത്തൊരു ചോദ്യം, ഒബ്സർവ് ദി ഗിവൺ എക്കോളജിക്കൽ പിരമിഡ് ഇൻ ആൻ അക്വാട്ടിക് എക്കോസിസ്റ്റം. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഫിഗറിൽ നോക്കുമ്പോഴേ കാണാം അതൊരു ഇൻവേർട്ടഡ് ആണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പിരമിഡ് ആൻഡ് റീസൺ ഔട്ട് വൈ പിരമിഡ് ഈസ് ഇൻവേർട്ടഡ്. ടൈപ്പ് ഓഫ് പിരമിഡ് ഏതാ? പിരമിഡ് ഓഫ്, ഇവിടെ നോക്കണം അല്ലേ, പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. ഇനിയും റീസൺ ഔട്ട് വൈ ദ പിരമിഡ് ഈസ് ഇൻവേർട്ടഡ്. എന്തുകൊണ്ടാണ് ഈ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആയിരിക്കുന്നത്? ഇവിടെ നോക്കുമ്പം ഇവിടെ പ്രൊഡ്യൂസർ കൊടുത്തിട്ടുണ്ട്, പ്രൈമറി കൺസ്യൂമർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കുമ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ബയോമാസിനെക്കാളിലും പ്രൈമറി കൺസ്യൂമറിൻ്റെ ബയോമാസ് കൂടി നിൽക്കുന്നു. സിമ്പിൾ റീസൺ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്നു അല്ലേ? ഇവിടെ 4 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്നത് 21 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ കേസിൽ. ഇത് പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്. ട്രോപ്പിക് ലെവൽ കൊടുത്തിട്ടുണ്ട്. ട്രോപ്പിക് ലെവൽ 1 ഉണ്ടായിരുന്ന ബയോമാസ് എന്ന് പറയുന്നത് വെറും 4 ഉള്ളൂ അല്ലേ? 4 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ട്രോപ്പിക് ലെവൽ 2 എത്തുമ്പം ബയോമാസ് കൂടുവാണ്. ഓക്കെ, അത് 21 ആയി. അതുകൊണ്ട് തന്നെ പിരമിഡ് എപ്പോഴും എങ്ങനെ ഇരിക്കത്തുള്ളൂ? ഇൻവേർട്ടഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് എഴുതാം കേട്ടോ. ഇൻ ദ കേസ് ഓഫ് aquatic ecosystem, the biomass of phytoplanktons is less than biomass of zooplanktons.
ക്ലിയർ? അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് ബയോമാസ് നോർമലി അപ്രൈറ്റ് ആണ്, കൂടുതലും ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ. എന്നാൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പം അത് ഇൻവേർട്ടഡ് ആവും. ഓക്കെ, അതിൻ്റെ റീസൺ നമുക്ക് മെൻഷൻ ചെയ്യാം. അവിടെ പിരമിഡ് ഓഫ് ബയോമാസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ബയോമാസ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ട്രോപ്പിക് ലെവൽ 1 വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബയോമാസ് ഇൻ ദ സക്സസീവ് ട്രോപ്പിക് ലെവൽസ്. അതുകൊണ്ടാണ് പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്നത്. റീസൺ പറയത്തില്ലേ? ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ 4 ഉണ്ടായിരുന്നു, അവിടെ 21 ആയി, അതുകൊണ്ട് അത് ഇൻവേർട്ടഡ് ആണ്. ക്ലിയർ ആണോ? പിടികിട്ടിയോ? എപ്പോഴും ബേസിൽ നമ്മൾ ട്രോപ്പിക് ലെവൽ 1 മാർക്ക് ചെയ്യത്തുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാമല്ലോ. ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫീൽഡ് സർവേ ബൈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് റെക്കോർഡ് ദ ഫോളോയിങ് ഡേറ്റ റിലേറ്റഡ് ടു നമ്പർ ഓഫ് ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഓർഗാനിസം ഇൻ ആൻ എക്കോസിസ്റ്റം ആൻഡ് പ്ലോട്ടഡ് ദാറ്റ് ഇൻ ടു എ ഫിഗർ ഷോൺ ബിലോ. ഇങ്ങനൊരു ഫിഗർ ഉണ്ടാക്കി. ഇനിയും ഒബ്സർവ് ദ ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ദ പിരമിഡ്. ഇതൊരു പിരമിഡ് അല്ലേ? ഒരു എക്കോളജിക്കൽ പിരമിഡാ. എക്കോളജിക്കൽ പിരമിഡ് എന്ത് ടൈപ്പാ, ഏത് ടൈപ്പാ? ഓൾറെഡി ക്വസ്റ്റിന് പറഞ്ഞു, നമ്പർ ഓഫ് ഓർഗാനിസിനെ ബേസ് ചെയ്താന്ന് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ ഈ പിരമിഡ് എന്തായിരിക്കും? പിരമിഡ് ഓഫ് നമ്പർ ആയിരിക്കും. ടൈപ്പ് എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് നമ്പർ ആണ്. വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാ, പിരമിഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ദിസ് എ ടൈപ്പ് ഓഫ് പിരമിഡ് ആൻഡ് ദ നമ്പർ ഓഫ് ഓർഗാനിസം ആർ റെപ്രസെൻറ്റഡ് ഇൻ വേരിയസ് ട്രോപ്പിക് ലെവൽസ് അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പം ട്രോപ്പിക് ലെവൽ 1 പ്രൊഡ്യൂസർ എന്ന് പറയുന്നതിനകത്ത് ഒരു ഒറ്റ ട്രീയെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ കാണിച്ചേക്കുന്ന ട്രോപ്പിക് ലെവൽ 2 വരുമ്പോൾ ഹെർബിവോർസ് ആണ്, ബേർഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. ട്രോപ്പിക് ലെവൽ 3 വരുമ്പം ബേർഡ്സിലുള്ള പാരസൈറ്റ്സ് ആണ്. വീണ്ടും ട്രോപ്പിക് ലെവൽ 4 വരുമ്പോൾ ഹൈപ്പർ പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റിനുള്ളിലെ പാരസൈറ്റ്സും അല്ലെങ്കിൽ മറ്റ് ചെറിയ പാരസൈറ്റ്സും. അപ്പോൾ അവിടെ അവരുടെ എണ്ണം കൂടിക്കൂടി പോകുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് പിരമിഡ് എങ്ങനെ ഇരിക്കുന്നത്? ഇറ്റ് ഈസ് എ ഇൻവേർട്ടഡ് പിരമിഡ്. ഓക്കെ, നോർമലി പിരമിഡ് ഓഫ് നമ്പർ ഈസ് അപ്രൈറ്റ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ട്രീ എക്കോസിസ്റ്റം, നമ്മൾ ടെസ്റ്റ് പഠിക്കുന്നുണ്ടല്ലേ, ട്രീ എക്കോസിസ്റ്റത്തിൻ്റെ കേസിൽ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആകുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഓരോ ട്രോപ്പിക് ലെവലും ട്രോപ്പിക് ലെവൽ 1 നിന്ന് 2 എത്തുമ്പം, 2 നിന്ന് 3 എത്തുമ്പം, 3 നിന്ന് 4 എത്തുമ്പം നമ്പർ ഓഫ് ഓർഗാനിസം ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പിരമിഡ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം പിരമിഡ് എന്താണ്? പിരമിഡ് ഓഫ് നമ്പർ ആണ്. ഇറ്റ് ഈസ് എ ഇൻവേർട്ടഡ് പിരമിഡ് അല്ലേ? ഓരോ ട്രോപ്പിക് ലെവലിൽ നിന്നും സക്സസീവ് ട്രോപ്പിക് ലെവലിലേക്ക് പോകുമ്പം നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പിരമിഡ് ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്നു. ക്ലിയർ ആണോ? ഒരു ട്രീ എക്കോസിസ്റ്റമാണ് ഈ ഒരു പിക്ചർ ഡെപ്പിക്റ്റ് ചെയ്യുന്നതെന്നും നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? മനസ്സിലായോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. യെസ്. എക്കോളജിക്കൽ പിരമിഡ്സ് ആർ വെരി യൂസ്ഫുൾ ഇൻ എക്കോളജിക്കൽ സ്റ്റഡീസ്. ഈ ലാസ്റ്റ് പോർഷനിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. എക്കോളജിക്കൽ പിരമിഡ്സിന് വളരെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഹൗവർ ദേ ഹാവ് സം ലിമിറ്റേഷൻസ്. ഇതും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് എക്കോളജിക്കൽ പിരമിഡിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ചോദിക്കുന്നതാണേ. യെസ്, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ചോദിച്ചാൽ നമുക്കൊരു 3 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തത്, ഇറ്റ് ഡസ് നോട്ട് take into account the same species in different tropic levels. It does not take into account the same species occupied in different tropic levels. Same species occupied in കേട്ടോ, occupied in different tropic levels. ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഓർഗാനിസം എടുക്കുക, ഇപ്പോൾ ഹ്യൂമൻ ബീങ്സ് എടുക്കാം, അല്ലെങ്കിൽ ഒംനിവോറസ് ആയിരിക്കുന്ന കോക്രോച്ച് പോലുള്ള ഓർഗാനിസം ഒക്കെ എടുക്കാം. അവിടെയൊക്കെ ഈ ഓർഗാനിസം എന്ന് പറയുന്നത് അല്ലെ ഹ്യൂമൻ ബീങ്സ് ചിലപ്പോഴൊക്കെ ട്രോപ്പിക് ലെവൽ 2 വരാം, ട്രോപ്പിക് ലെവൽ 3 വരാം, ട്രോപ്പിക് ലെവൽ 4 വരാം അറ്റ് എ ടൈമിൽ. പക്ഷേ എക്കോളജിക്കൽ പിരമിഡ് കൺസിഡർ ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ ഫുഡ് ചെയിൻ മാത്രം കൺസിഡർ ചെയ്യും. മാൻ എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസിനെ ഒറ്റ ട്രോപ്പിക് ലെവലിലേ പെടുത്തത്തുള്ളൂ. പക്ഷേ ശരിക്കും നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ബീങ് പല ട്രോപ്പിക് ലെവൽസിൽ വരും. പക്ഷേ ഈ പല ട്രോപ്പിക് ലെവൽസിൽ വരുന്ന ആ ഓർഗാനിസത്തിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സെയിം സ്പീഷീസ് ഓക്യുപ്പൈഡ് ഇൻ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസ്. ഒന്നാമത്തെ പോരായ്മയാണ് എക്കോളജിക്കൽ പിരമിഡിൻ്റെ. ക്ലിയർ ആണോ? ഫസ്റ്റ് ലിമിറ്റേഷൻ പഠിക്കാമല്ലോ. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സെയിം സ്പീഷീസ് ഓക്യുപ്പൈഡ് ഇൻ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസ്. എന്നാൽ നേച്ചറിലുണ്ട്, പക്ഷേ എക്കോളജിക്കൽ പിരമിഡ് കൺസിഡർ ചെയ്തോ ഇല്ല. യെസ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഡസ് നോട്ട് അക്കോമഡേറ്റ് എ ഫുഡ് വെബ്. ഈ ശരിക്കും എക്കോളജിക്കൽ പിരമിഡ് കൺസിഡർ ചെയ്തപ്പം ഒരു സിമ്പിൾ ഫുഡ് ചെയിൻ മാത്രം കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് ട്രോപ്പിക് ലെവൽ 1, 2, 3, 4 ഒരു പർട്ടിക്കുലർ ഫുഡ് ചെയിൻ അല്ലേ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ അക്വാട്ടിക് ക്വസ്റ്റ്യൻ എടുക്കുന്നു, അല്ലെങ്കിൽ ട്രീ ക്വസ്റ്റ്യൻ എടുക്കുന്നു, അവിടെയൊക്കെ ഒറ്റ ഫുഡ് ചെയിൻ മാത്രം എടുക്കുന്നു. എന്നാൽ നേച്ചറിൽ ഒറ്റ സിംഗിളായിട്ട് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഇല്ല കേട്ടോ, ശരിക്കും ഇല്ല. ഇത് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട് അല്ലേ, ഇന്റർ ലിങ്കിങ് ഒക്കെ ഉണ്ട്, ഇന്റർ ഡിപ്പെൻഡൻസ് ഒക്കെ ഉണ്ട്. അതിനെ നമ്മൾ ഫുഡ് വെബ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്റർലിങ്കിങ്. ഫുഡ് വെബിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നേച്ചറിൽ ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സിംഗിൾ ആയിട്ട് ഒരു ഫുഡ് ചെയിൻ നിൽക്കുന്നില്ല. പകരം തമ്മിൽ ഇതിനൊക്കെ കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻസിനെ കണക്റ്റഡ് ആയിരിക്കുന്ന ഫുഡ് ചെയിൻസിനെയൊക്കെ നമ്മൾ വിളിക്കും ഫുഡ് വെബ്. ഫുഡ് വെബിനെ കുറിച്ച് പറഞ്ഞോ? അല്ലെ അതിനെ കൺസിഡർ ചെയ്തോ? ഇല്ല. അതൊരു പോരായ്മയല്ലേ? യെസ്. സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നതാണ് ഇറ്റ് ഡസ് നോട്ട് അക്കോമഡേറ്റ് എ ഫുഡ് വെബ്. നമ്മളെ സംബന്ധിച്ച് ആൻസർ ചെയ്യാൻ ഈ പോയിന്റ് കൃത്യം ഇത് മതി കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ മനസ്സിലാക്കിയിരിക്കുക. ആൻസർ ചെയ്യുമ്പോൾ പോയിന്റ് മതി, മാർക്ക് കിട്ടും കേട്ടോ, ഉറപ്പായിട്ടും. യെസ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ സാപ്രോട്രോപ്സ്. അതായത് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലെ ഡീകമ്പോസേഴ്സ് അല്ലേ, ഈ ഡീകമ്പോസേഴ്സിന് എന്തെങ്കിലും സ്ഥാനം കൊടുത്തോ? ഇല്ല. എക്കോളജിക്കൽ പിരമിഡിൽ സാപ്രോട്രോപ്സിന് യാതൊരുവിധ കൺസിഡറേഷനും കൊടുത്തില്ല. അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഗിവൺ എനി പൊസിഷൻ ഇൻ ടു ദ, അല്ലെ കൺസിഡർ, ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി, ഡസ് നോട്ട് കൺസിഡർ സാപ്രോട്രോപ്സ്. ഓക്കെ. അല്ലെങ്കിൽ സാപ്രോട്രോപ്സ് ആർ ഗിവൺ എനി ഡസ് നോട്ട് കൺസിഡേർഡ് ഇൻ ദ എക്കോളജിക്കൽ പിരമിഡ് എന്ന് എഴുതിയാലും മതി. ഓക്കെ. അപ്പം ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡീകമ്പോസേഴ്സിനെ ഉൾപ്പെടുത്തിയില്ല, പിന്നെന്താണ്, പല ട്രോപ്പിക് ലെവൽസിൽ വരുന്ന സ്പീഷീസുകളെ ഉൾപ്പെടുത്തിയില്ല, കൺസിഡർ ചെയ്തില്ല, ഫുഡ് വെബ് കൺസിഡർ ചെയ്തില്ല. ഈ 3 ലിമിറ്റേഷൻസ് ആണ് എക്കോളജിക്കൽ പിരമിഡിന്റെ ലിമിറ്റേഷൻ. നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനിൽ കിടക്കുന്നതാണ് ഇക്കോളജിക്കൽ പിരമിഡ്. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഏരിയ. അതിൻ്റെ ടൈപ്സ് പഠിക്കുക, എക്സെപ്ഷൻസ് പഠിക്കുക, എക്സെപ്ഷൻസിൽ പിന്നെ വരുന്ന ഡ്രോബാക്സ് പഠിക്കുക. ലാസ്റ്റ് പോർഷനിലാണ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീജിയൻസ്. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ ചാപ്റ്റർ അല്ലേ, അതിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, ഉറപ്പായിട്ടും കിട്ടും. നല്ല രീതിയിൽ നോക്കുക. വളരെ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വലിയ പ്രയാസമുള്ള ചോദ്യമൊന്നും ഇതിൽ നിന്ന് വരാറില്ല. എന്നാൽ നിങ്ങൾ ഇപ്പം നമ്മൾ കണ്ട സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന റീജിയനൊക്കെ കണ്ടില്ലേ, പ്രൊഡക്ടിവിറ്റി റീജിയൻ കണ്ടു. അതുപോലെ പിന്നെ ഇപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടത് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നേക്കുന്ന എക്കോളജിക്കൽ പിരമിഡ് ഏരിയ എന്നൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. നന്നായിട്ട് പഠിക്കുക. സെറ്റല്ലേ? യെസ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.